ഹായ് സ്റ്റുഡൻസ്, ട്യൂട്ടേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് SLC ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ട്രിഗ്നോമെട്രി, അതായത് ത്രികോണമിതി ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചത് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലേ, മേൽക്കോൺ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ അതായത് കീഴ്ക്കോൺ, ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ. അപ്പോൾ അത് ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട് അല്ലേ, എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു എലിവേഷൻ എന്ന് പറഞ്ഞാൽ മേലോട്ട് നോക്കുമ്പോൾ കിട്ടുന്നത് അല്ലേ, മേൽക്കോൺ എന്നാണ് എലിവേഷൻ എന്ന് പറയാം. അതേപോലെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാലോ കീഴ്ക്കോൺ, അതെ താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്, അതായത് കീഴ്ക്കോൺ എന്ന് പറയും അല്ലേ. അപ്പം ഞാൻ മേൽക്കോൺ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. നേരെ നോക്കുക, അപ്പം നമ്മളെ കണ്ണിൽ നിന്നൊരു ലൈൻ, ഒരു വര പോകുന്നുണ്ട് നമ്മൾ വിചാരിക്കുക കേട്ടോ. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കുക, അപ്പോഴും നമ്മളെ കണ്ണിൽ നിന്നൊരു വര പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഈ രണ്ട് വരകൾക്കിടയിലുള്ള അല്ലേ, ലൈൻസിനിടയിലുള്ള ആംഗിളിനെയാണ് എന്ത് വിളിച്ചത്, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞത്. അതേപോലെ കീഴ്ക്കോൺ എന്തായിരുന്നു, നേരെ നോക്കുന്നു, താഴേക്ക് നോക്കുന്നു. അപ്പോൾ ആ രണ്ട് ലൈനുകൾക്കിടയിലുള്ളതാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുമായിട്ടുള്ള കണക്ട് ചെയ്ത് പറയരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. നേരെ താഴേക്ക് അതിനിടയിൽ. ഇനി മറ്റൊന്നെന്താ വെച്ചാൽ, ഈ കീഴ്ക്കോൺ എത്രയാണോ അത് തന്നെ അവിടെ വരിക. ഈ രണ്ട് ആംഗിൾസും നമ്മൾ പറയാം എന്താ പറയുക, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാ പറയാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് വരകൾക്കിടയിൽ രണ്ട് സമാന്തര രേഖകളെ ഒരു ഛേദകം ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ, ആ രണ്ട് കോണുകളും തുല്യമായിരിക്കും. നമ്മൾ ഏതോ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏത് ക്ലാസ്സാ? 7th അല്ലേ, 7th നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അത് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും പേജ് നമ്പർ 119 എടുക്കുക. പേജ് നമ്പർ 119 എടുത്തോ? എടുത്തില്ലേ? പേജ് നമ്പർ 119 ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് വായിക്കി. A man standing 10 meters away from the foot of a tree sees the top at an elevation of 40 degrees. His height is 1.7 meters. What is the height of the tree? Listen, plain ground. ഇവിടെയാണ് ട്രീ ഉള്ളത്. അപ്പം ഇനി നമ്മൾ ട്രീ ഒന്നും വരച്ചു കളയരുത് കേട്ടോ. ട്രീയിൽ ഇവിടെയാണ് ആൾ നിൽക്കുന്നത് അല്ലേ. എ മാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ്? 10 മീറ്റർ അകലെയാണ്. മരം ഇത്, ആളിത്. 10 മീറ്റർ അകലെ നിൽക്കുന്ന ഇയാളുടെ ഹൈറ്റ് എത്രയാണെന്നാണ് പറഞ്ഞത്? 1.7 മീറ്റർ. അപ്പോൾ ഇത് 1.7 മീറ്റർ കണ്ടോ. ഇനി ഇയാൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ടോപ്പ് കാണുകയാണ്. ഇതിൻ്റെ ടോപ്പ് എങ്ങനെയാണ് കാണുന്നത്? 40 ഡിഗ്രി എലിവേഷനിലാണ്, നേരെ മുകളിലേക്ക് കണ്ടോ. അപ്പോൾ ഇയാൾ നേരെ നോക്കുന്നു കണ്ടോ, നേരെ നോക്കുക. അതിനുശേഷം ഈ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുക കണ്ടോ. അപ്പോൾ ഈ ആംഗിളാണ് 40 ഡിഗ്രി എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ നെയിം കൊടുക്കുകയാണ് ABCDE കണ്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നേരെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഈ ED എന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. 10 മീറ്റർ ആണെങ്കിൽ ഇതും നമ്മൾ എത്ര ആയിട്ട് എടുക്കാം? 10 മീറ്റർ എന്ന് എടുക്കാം കണ്ടോ. 10 മീറ്റർ എന്ന് എടുക്കാം, ഉറപ്പായിരിക്കും അല്ലേ, 10 മീറ്റർ ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഇത് 1.7 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 1.7 ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. റെക്റ്റാങ്കിളായിട്ട് വരും അല്ലേ. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ട്. എന്താണെന്നറിയോ? ഇംഗ്ലീഷ് മീഡിയക്കാർ ആദ്യം പറയാം. ഇൻ ദ ഫിഗർ AD ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ. ചിത്രത്തിൽ AD മരത്തിൻ്റെ ഉയരവും CE ആളിൻ്റെ ഉയരവും ആവുന്നു. CE ഈസ് ദ ഹൈറ്റ് ഓഫ് മെൻ. ഓക്കെ, കുട്ടിയാണോ? ഹൈറ്റ് ഓഫ് മെൻ. ഓക്കെ, ED ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ട്രീ ആൻഡ് ദ മെൻ. ED എന്ന് പറയുന്നത് ആളും മരവും തമ്മിലുള്ള അകലമാകുന്നു. ആ കാര്യങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. എഴുതി കഴിഞ്ഞാൽ നമ്മൾ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യും. ABCയിൽ AB കണ്ടുപിടിക്കും. AB കിട്ടി, 1.7 ആഡ് ചെയ്താൽ നമ്മൾ ആൻസറായി. അപ്പം ഞാനിവിടെ ശ്രദ്ധിച്ചോളേ, ത്രികോണം ABC പരിഗണിച്ചാൽ കണ്ടോ, ത്രികോണം ABC പരിഗണിച്ചാൽ tan 40. എന്തിനാണ് ടാൻ ഉപയോഗിച്ചത്? നമുക്ക് എതിർവശമാണ് കാണേണ്ടത്, ഓപ്പോസിറ്റ് സൈഡാണ് കാണേണ്ടത്. അഡ്ജസൻറ്റ് സൈഡായ 10 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടാൻ ഉപയോഗിച്ച് ചെയ്യണം. tan 40 സമം എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ദെൻ tan 40ൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്നറിയാം? 0.8391 അല്ലേ. 0.8391 ഈസ് ഈക്വൽ ടു 8391 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാ? AB ബൈ ഹൈപ്പോട്ടനസ് എത്ര?
സോറി ഹൈപ്പോട്ടന്യൂസ് അല്ല, മാറിപ്പോയി, അഡ്ജസൻറ്റ് സൈഡ് കേട്ടോ, പറഞ്ഞ മാറിപ്പോയി. അഡ്ജസൻറ്റ് സൈഡ് 10. ഇങ്ങ് പോരട്ടെ 10. 0.8391 into 10 is equal to AB. Then 10 നോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8.391 is equal to AB. Then AB is equal to 8.391. എ ബി എന്ന് പറയുന്ന ഹൈറ്റേ നമുക്ക് കിട്ടിയുള്ളൂ, ഉയരെ കിട്ടിയുള്ളൂ. അതിൻ്റെ കൂടെ ആളിൻ്റെ ഹൈറ്റ് കൂടെ ആഡ് ചെയ്യണം. ആളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.7 അല്ലേ? അപ്പോൾ ഞാൻ അതോടെ ആഡ് ചെയ്യാൻ പോവാണ്. Therefore ഹൈറ്റ് ഓഫ് ട്രീ, മരത്തിൻ്റെ ഉയരം സമം, ഞാൻ പറയുന്ന വേർഡ് എഴുതിക്കോളണം കേട്ടോ, ഇങ്ങനെ വരച്ച് വെക്കില്ലേ, 8.391 അല്ലേ? 8.391 അല്ലേ? ഇതിനോട് കൂടെ 1.7 പ്ലസ് ചെയ്യുക. അപ്പോൾ അത് പ്ലസ് ചെയ്യുന്ന പലർക്കും സംശയം ഉണ്ടാവും. പോയിന്റ് ആദ്യം ഇട്ടുക കേട്ടോ, പോയിന്റ് ഇട്ട് വെച്ചു. 8.391 പ്ലസ് 1.7, 1.7 കേട്ടോ. പോയിന്റിന് നേരെ ചോടെ പോയിന്റ് ഇടുക. 19 കേട്ടോ, 10.091 അതാണ് ഹൈറ്റ്. 10.091 ഈസ് ദി ഹൈറ്റ് ഓഫ് ട്രീ. മനസ്സിലായോ? സംശയമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇതിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ദെൻ അടുത്ത നമ്മൾ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ അതിപ്പോൾ ചെയ്യേണ്ട കേട്ടോ, ആ ഡിപ്രഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ആദ്യം എലിവേഷൻ്റെ എല്ലാ പ്രോബ്ലവും ചെയ്ത് കഴിഞ്ഞിട്ട് ഡിപ്രഷനിലേക്ക് വരാം. ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 1, പേജ് നമ്പർ 122 എടുക്കുക. പേജ് നമ്പർ 122 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കും. When the sun is at an elevation of 40 degree, length of the shadow of a tree is 18 meter. What is the height of the tree? അല്ലേ? What is the height of the tree? എന്താണ് ആ ക്വസ്റ്റ്യൻ? മലയാളം മീഡിയക്കാർ വായിക്കി. സൂര്യൻ എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? 40 ഡിഗ്രിയിൽ അല്ലേ? 40 ഡിഗ്രിയിൽ കാണുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ആ ഒരു എന്ത് കാണണം? പിന്നെ ആ ഒരു ഡിപ്രഷനിൽ എലിവേഷനിൽ ആ മരത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? വെൻ ദ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 40 ഡിഗ്രി, സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ, അപ്പോൾ ഇവിടെ നിരപ്പായ സ്ഥലം, ഇവിടെയാണ് മരം ഉള്ളത് കണ്ടോ, ഇവിടെയാണ് സൂര്യനുള്ളത്. സൂര്യനെ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ ഇവിടെ ഉണ്ട്, പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അയാളുടെ ഹൈറ്റ് തരുന്നില്ല. എന്തുകൊണ്ടാണ് ഹൈറ്റ് തരാത്തത്? സൂര്യനിലേക്കുള്ള ഉയരം പരിഗണിക്കുമ്പോൾ നമ്മളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പൊടി പോലും ഇല്ല അല്ലേ? സൂര്യനിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളൊന്നും കാണൂല കേട്ടോ, ഒന്നും കാണൂല. ആരോ പോയിക്കോ? ഇല്ല, പോകാൻ കഴിയില്ല അല്ലേ? അതിൻ്റെ അടുത്തൊക്കെ പോകാൻ കഴിയല്ലേ? പിന്നെ എങ്ങനെയാണ്? എന്തായാലും നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ല. അത്രയും അകലെയാണ് സൂര്യനുള്ളത്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ, കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യനിൽ നിന്ന് നമ്മളെ ഹൈറ്റ് 1 മീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ സൂര്യൻ പറയും എന്തെത്താ പറയുന്നത്, അത് ഒന്നുമില്ല എന്ന് പറഞ്ഞേക്കും അല്ലേ? യെസ്, എന്തേ ആവട്ടെ. അപ്പോൾ നമ്മളുടെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിൻ്റായിട്ട് തൽക്കാലം പരിഗണിക്കാം. ഇയാൾ നേരെ നോക്കി കണ്ടോ, അതിൻ്റെ മുകളിലേക്ക് നോക്കാന്ന് പറയുമ്പോൾ ഈ മരത്തിൻ്റെ ടോപ്പിലൂടെയാണ് കാണുന്നത് കണ്ടോ, ടോപ്പിലൂടെ കാണുന്നു. അപ്പോൾ ഇയാൾ സൂര്യനെ കാണുന്ന എത്ര ഡിഗ്രി എലിവേഷനിലാണെന്നാ പറയുന്നത്? 40 ഡിഗ്രി. എത്ര? 40 അല്ലേ? 40 ഡിഗ്രി എലിവേഷനിൽ അല്ലേ? 40 ഡിഗ്രി എലിവേഷനിൽ കാണുമ്പോൾ മരത്തിൻ്റെ നിഴലിൻ്റെ നീളം 18 മീറ്റർ ആണ് അല്ലേ? താഴെ ഈ നീളം 18 മീറ്ററാണ്. അപ്പോൾ ശരിക്കും ഇയാൾ നിൽക്കുന്നത് എവിടെ ആയിരിക്കും എന്നറിയോ? എവിടെയായിരിക്കും? ഈ നിഴൽ തീരുന്നിടത്ത് ഉണ്ടോ, അവിടെ ഒരു മരമുണ്ട്, അവിടെ നേലുണ്ട്, നേലിൻ്റെ ഈ അറ്റത്ത് നിൽക്കുക. അപ്പോഴല്ലേ നമ്മൾ സൂര്യനെ കറക്റ്റ് കാണും. ഈ നിഴലിലേക്ക് കയറി നിന്ന് കണ്ട് ഇങ്ങനെ നോക്കിയാൽ സൂര്യനെ കാണുമോ? ഇല്ല, കാണൂല അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ മര കാണുക, മരത്തിൻ്റെ ടോപ്പിലൂടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യും? ABC എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ AB എന്ന് പറയുന്നത് എന്താണ്? പറ. AB ഈസ് ദി ഹൈറ്റ് ഓഫ് ട്രീ. AB മരത്തിൻ്റെ ഉയരം, BC നിഴലിൻ്റെ നീളം, ലെങ്ത് ഓഫ് ഷാഡോ. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പിന്നെ നമ്മൾ പഠിച്ച് ഇപ്പോൾ പറഞ്ഞു തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് AB കണ്ടുപിടിക്കാം അല്ലേ? AB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറയാം. കൺസിഡർ ദി ട്രയാങ്കിൾ ABC. ത്രികോണം ABC പരിഗണിച്ചാൽ കണ്ടോ, ABC പരിഗണിച്ചാൽ നമുക്ക് എതിർവശമാണല്ലോ കാണണ്ടേ? എതിർവശം കണ്ടുപിടിക്കണം. ഏത് സൈഡാണ് അറിയാവുന്ന? അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? സമീപവശം അറിയാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നോക്കിയോ, ടാൻ 40 സമം കണ്ടോ, എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ദെൻ ടാൻ 40ൻ്റെ വാല്യൂ എത്ര? പറ. ടാൻ 40ൻ്റെ വാല്യൂ എത്ര? പറയൂ. ടാൻ 40ൻ്റെ വാല്യൂ ടേബിളിലുണ്ട്, 0.8391. ശരിയല്ലേ? ടേബിളിൽ തരൂ കേട്ടോ.
0.8391 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് AB ബൈ 18. ആ 18 അങ്ങോട്ട് വരട്ടെ. 0.8391 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു AB. ദാറ്റ് ഈസ് AB ഈസ് ഈക്വൽ ടു 0.8391 0.8391 എന്ത് ചെയ്യുക 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15.1038 എന്ന് കിട്ടും. 15.1038 എന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ 15.1 മീറ്റർ ആണ് AB-യുടെ നീളം. അതുകൊണ്ട് താഴെ എഴുതി വെക്കുക, മരത്തിൻ്റെ ഉയരം സമം ഹൈറ്റ് ഓഫ് ട്രീ ഈസ് ഈക്വൽ ടു 15.1 മീറ്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ശരിക്കും എവിടെയുള്ളത്? നിലത്തല്ലുള്ളത്, ഗ്രൗണ്ടിലല്ലേ അല്ലേ? നമ്മൾ എന്ത് അളവാണ് നമ്മളെ കയ്യിലുള്ളത്? ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മരത്തിൻ്റെ ചുവട്ടിലേക്കുള്ള ലെങ്ത്താണ് നമ്മളെ കയ്യിലുള്ളത് ഇല്ലേ? പിന്നെ ആ ഒരു മേൽക്കോൺ അത് കണ്ടുപിടിക്കാൻ ഒരു ഉപകരണം ഉണ്ടായിച്ചാൽ ഇല്ലേ? നമ്മൾ നേരെ നോക്കി മുകളിലേക്ക് നോക്കുമ്പോൾ അത് കണ്ടെത്താനുള്ള ഒരു ഉപകരണം, ആംഗിൾ കണ്ടുപിടിക്കാൻ, കോൺ കണ്ടുപിടിക്കാൻ, അത് നമ്മളെ കയ്യിൽ നമുക്കുണ്ടാക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം പിക്ചറിൽ കേട്ടോ. അതുണ്ടാക്കുന്ന മെത്തേഡ് ഒക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനി അല്ല യൂട്യൂബിലൊക്കെ ഉണ്ട് അതുണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പേജ് നമ്പർ 119 അതിൽ കാണാൻ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പിക്ചർ ഉണ്ട് കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ശരിയല്ലേ? യെസ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്ട് ഇതേപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഈ ഷാഡോ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് വായിക്കുക എല്ലാവരും, വായിക്കുക. When the sun is at an elevation of 35 degree, the shadow of a tree is 10 meter. അപ്പോൾ നമ്മൾ പ്ലെയിൻ ഗ്രൗണ്ട് ഉണ്ടോ? പ്ലെയിൻ ഗ്രൗണ്ട്. അതേപോലെ തന്നെ ഇത് ട്രീ ഉണ്ടോ? When the sun is at an elevation of ഇവിടെയാണ് ഇപ്പോൾ ഉള്ള സൂര്യൻ, അങ്ങനല്ലേ വരിക? When the sun is at an elevation of 35 ഡിഗ്രി, സൂര്യൻ 35 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ദ ഷാഡോ ഓഫ് എ ട്രീ ഈസ് 10 മീറ്റർ, ഒരു മരത്തിൻ്റെ നിഴലിൻ്റെ നീളം 10 മീറ്റർ ആണ് കേട്ടോ. ഒന്ന് റെഡിയാക്കി വരയ്ക്കാം. 10 മീറ്റർ കേട്ടോ, 10 മീറ്റർ ആണ്. അടുത്തത്, ഇറ്റ് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദി ഷാഡോ ഓഫ് ദി സെയിം ട്രീ what would be the length of the shadow of the same tree when the sun is at an elevation of 25 degree? സണ്ണ് 25 ഡിഗ്രിയിലാണ് കാണുന്നതെങ്കിൽ ആ സമയം നമ്മുടെ ഷാഡോ എത്ര ഉണ്ടാവുന്നു? അപ്പോൾ സണ്ണ് 25 ഡിഗ്രി കാണാന്ന് വെച്ചാൽ കുറച്ച് ഇപ്പുറത്തേക്ക് താന്നിട്ടുണ്ടാവും അല്ലേ? ഇത് വൈകുന്നേരം ആയിരിക്കും, അതുകൊണ്ടാണല്ലോ മുകളിൽ നിന്ന് താഴേക്ക് പോയത് അല്ലേ? മറ്റേ താഴെ മുകളിലേക്കല്ലേ വരിക? ഓക്കെ. അപ്പോൾ എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? ആദ്യം 35, പിന്നെ കാണുന്നത് എത്ര? 25 ഡിഗ്രി അല്ലേ? ശരിയല്ലേ? 35 ഡിഗ്രി കാണുന്നു, പിന്നെ 25 ഡിഗ്രി കാണുന്നു. യെസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പേര് കൊടുക്കാം അല്ലേ? ABCD. എന്താണോ AB? എന്താ AB? ഹൈറ്റ് ഓഫ് ട്രീ അല്ലേ? മരത്തിൻ്റെ ഉയരമാണ് AB എന്ന് പറയുന്നത്. എന്താണ് BC? ഷാഡോ ഓഫ് എ ട്രീ, ഷാഡോ ഓഫ് ദ ട്രീ വെൻ ദ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 35 ഡിഗ്രി. സൂര്യൻ 35 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ നീളിൻ്റെ നീളമാണ് BC, എഴുതി വെക്കുക. അടുത്ത വാട്ട് ഈസ് BD? ഷാഡോ ഓഫ് ദ ട്രീ ഇട്ടിട്ട് വെൻ ദി സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 25 ഡിഗ്രി. സൂര്യൻ 25 ഡിഗ്രി എലിവേഷനിൽ കാണപ്പെടുമ്പോൾ ഉള്ള നീളിൻ്റെ നീളമാണ് BD. ശരിയല്ലേ? സംശയമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം AB കണ്ടുപിടിക്കാം. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ ABC പരിഗണിക്കാം. കൺസിഡർ ദി ട്രയാങ്കിൾ ABC. കണ്ടോ? ത്രികോണം ABC പരിഗണിച്ചാൽ AB എന്ന് പറയുന്ന എതിർവശമാണ്, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. tan 35 സമം എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. tan 35ൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുകയെ. ടാൻ മാത്രമല്ല ഉണ്ടാകുക, എല്ലാം ഉണ്ടാവും. 0.8192 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് AB ബൈ അഡ്ജസൻറ്റ് സൈഡ് 10. ആ 10 അങ്ങോട്ട് മാറ്റുക. 0.8192 ഇൻറ്റു 10 സമം AB. കണ്ടോ? ഈ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 8.192 ഈസ് ഈക്വൽ ടു AB. അപ്പോൾ AB എന്ന് പറയുന്നത് എന്താ വരിക? 8.2 എന്ന് എടുക്കാം നമുക്ക് തൽക്കാലം.
അങ്ങനെ 8.2 എടുത്ത് 8.19 നല്ലുള്ളത് 90 എന്ന് പറയുന്നത് 20 ആക്കി വിചാരിച്ചു. അപ്പോൾ 20 എന്നായില്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ AB എന്ന് പറയുന്ന മരത്തിൻ്റെ ഉയരം നമുക്ക് കിട്ടി. എഴുതി വെക്കുന്നതായ ഹൈറ്റ് ഓഫ് ട്രീ മരത്തിൻ്റെ ഉയരം സമം 8.2 മീറ്റർ. ഇനി നമ്മൾ ട്രയാങ്കിൾ ഏത് കൺസിഡർ ചെയ്യുക? കൺസിഡർ ദി ട്രയാങ്കിൾ ABD. ത്രികോണം ABD പരിഗണിച്ചാൽ എന്നിട്ട് നമ്മൾ AB കണ്ടുപിടിക്കുക. പറ, AB എങ്ങനെ വരും? ഓപ്പോസിറ്റ് സൈഡാണ് അല്ലേ? ഓപ്പോസിറ്റ് AB അല്ല കേട്ടോ, BD കേട്ടോ, BD ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ 10 സെൻറ്റിമീറ്റർ ഉണ്ട് അവിടെ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, ആ ഭാഗം നിങ്ങൾ ചിന്തിക്കേണ്ട. സോ ടാൻ പറഞ്ഞോ, ടാൻ 25 സമം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ടാൻ 25ൻ്റെ വാല്യൂ എത്ര? ടേബിളിൽ നോക്കുക. ടാൻ 25ൻ്റെ വാല്യൂ എത്രയാണ്? ടാൻ 25 എന്ന് പറഞ്ഞാൽ 0.4663 കണ്ടോ. 0.4663 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് AB അല്ല, പകരം 8.2 കണ്ടോ, ബൈ AB എത്ര? AB BD അല്ലേ? BD കണ്ടോ. ഈ 4.663നെ റൈറ്റ് സൈഡിലോട്ട് മാറ്റുക. അപ്പോൾ BD ഇങ്ങനെ എഴുതാം, 4.663 ഇൻറ്റു BD ഈസ് ഈക്വൽ ടു 8.2. അങ്ങനെയാണെങ്കിൽ BD ഈസ് ഈക്വൽ ടു 8.2 ഡിവൈഡഡ് ബൈ 4.663. അപ്പോൾ നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? മുകളിലും താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പറ. BD ഈസ് ഈക്വൽ ടു 8.2 ഡിവൈഡഡ് ബൈ 4.663 ഇൻറ്റു പറഞ്ഞോളി, എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മുകളിലും താഴെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കണ്ടോ. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1000 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 8.2 എന്നുള്ളത് 82, ഒരു 0 പോയി, ഇനി 2 0 ബാക്കിയുണ്ട്. അപ്പോൾ എത്ര വന്നാറ്? 8200 ബൈ 4663 കണ്ടോ, 4663 കണ്ടോ. 8200 ബൈ റെഡി അല്ലേ? 8.2 ഡിവൈഡഡ് ബൈ അല്ല, ഇത് 4 പോയിൻ്റ് അല്ലല്ലോ, മാറിപ്പോയി അല്ലേ? 0.4663 എന്നല്ലേ, ഞാനതാ നോക്കുന്നത്. 0.4663. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 0.4663. സോറി കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 3 0 പോരാ, അപ്പോൾ 4 0 വേണം ഉണ്ടോ, 4 0 വേണം. അപ്പോൾ ശരിക്കും വരിക, ഒരു 0 റൈറ്റ് സൈഡിലോട്ട് ഒരു പോയിന്റ് മാറി, പിന്നെ ഒരു 3 0 ബാക്കിയുണ്ട്, അതിവിടെ വരും കണ്ടോ. 82,000 ബൈ 4663. അത് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു 15 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഇവർക്ക് കിട്ടിയ ഏകദേശം ഒരു 15 മീറ്ററാണ്. എന്താ ചോദിച്ചത്? when the sun is set and what would be the length of the shadow of the same tree when the sun is at an elevation of 25 degree. അപ്പോൾ റെഡിയാ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ചെയ്ത വഴിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഇക്വേഷനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? AB കണ്ടുപിടിച്ചു. ആ AB വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? AB വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് BD എന്ന നീളം കിട്ടി. BD എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത് ഓഫ് ഷാഡോ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ശരി, ഇനി ശ്രദ്ധിക്കും കേട്ടോ. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കല്ലൊരു പെട്ടെന്ന് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ആ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അത് ശരിക്കും പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാ കേട്ടോ. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. എല്ലാവരും ഇടുക്കി പല പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മലയാളത്തിൽ ഇംഗ്ലീഷ് മീഡിയക്കാരത് ഞാനൊന്ന് ആദ്യം വായിക്കാം. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് എ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 70 ഡിഗ്രി. അപ്പോൾ ഒരു കനാലിൻ്റെ എഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പോൾ കനാൽ ഇങ്ങനെ ഒഴുകി പോവുക. ഓക്കെ, ഇങ്ങനെ പോവുകയല്ല, അവിടുന്ന് വന്ന് ഇങ്ങനെ ഒഴുകി പോവുക. അപ്പോൾ ഈ കുട്ടി ഇവിടെ ഉള്ളത്, അപ്പുറത്താണ് എന്തുള്ളത്? ട്രീ ഉള്ളത്, മരമുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിൽ വേണേ കനാൽ. അപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ചാൽ ആ വര എന്തായിരിക്കും? വിഡ്ത്ത് ഓഫ് കനാലായിരിക്കും, കനാലിൻ്റെ വീതി ആയിരിക്കും. ശരിയല്ലേ? കനാൽ ഇങ്ങനെ ഒഴുകി പോവുകയാണ്, കുട്ടി ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വര നമ്മൾ കാണിക്കുക എന്ന് വെച്ചാൽ അത് കാണുന്നത് എന്താണ്? വീതിയാണ്. അപ്പോൾ വര ഇവിടെ വരയ്ക്കാം കണ്ടോ. ഇവിടെയാണ് ഈ കനാലിൻ്റെ അക്കരെയാണ് എന്തുള്ളത്? ട്രീ ഉള്ളത് കണ്ടോ. അപ്പോൾ ഈ സംഭവം എന്താണ്? വീതിയാണ്. ഇത് കനാൽ ഇങ്ങനെ ഒഴുകി പോകുന്നു. അപ്പുറത്തൊരു മരമുണ്ട്, ഇപ്പുറത്താണ് കുട്ടിയുള്ളത്. അപ്പോൾ ഈ കുട്ടി ഇവിടെ നിന്ന് നേരെ നോക്കി, അതിനുശേഷം ഈ ടോപ്പ് ഓഫ് ദ ട്രീ കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനില്ല?
പറയൂ 70 ഡിഗ്രി 70 ഡിഗ്രിയിലാണ് കാണുന്നത് കണ്ടോ 70 ഡിഗ്രി പിന്നെ അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പിംഗ് 10 മീറ്റർ ബാക്ക് 10 മീറ്റർ പുറകോട്ട് മാറി അപ്പോൾ ഈ കുട്ടി ഇവിടെ നിന്നിട്ട് വീണ്ടും 10 മീറ്റർ പുറകോട്ട് മാറി നിന്ന് അപ്പോൾ ഇവിടെയുള്ളത് കണ്ടോ 10 മീറ്റർ പുറകോട്ട് മാറി എന്നിട്ട് എന്ത് ചെയ്യുക ഹി സീസ് ദ ഇറ്റ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 25 ഡിഗ്രി അപ്പോൾ ഈ കുട്ടി നേരെ നോക്കിയതാ നേരെ നോക്കി ഇതിൻ്റെ ടോപ്പിലേക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ് അത് പറഞ്ഞിട്ടുണ്ട് എത്ര ഡിഗ്രിയാ 25 ഡിഗ്രി കേട്ടോ 25 ഡിഗ്രിയിലാണ് ഇപ്പോൾ കാണുന്നത് മനസ്സിലായോ ഇനി ബോയ് ഈസ് 1.5 മീറ്റർ കേട്ടോ കുട്ടിയുടെ ഉയരം 1.5 അപ്പോൾ ഇവിടെ 1.5 ഇത് 1.5 ഇത് 1.5 നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതില്ലേ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ ഹൗ വൈഡ് ഈസ് ദ കനാലിന് എന്ത് വീതിയുണ്ട് അല്ലേ ആ ഒരു വെള്ളം ഒഴിക്കുന്ന ഇതിന് എന്ത് പിന്നെ ആകെ വീതിയുണ്ട് എന്ന് ശരിയല്ലേ തോടിന് ആ തോടിന് എന്ത് വീതിയുണ്ട് പിന്നെ ഹൗ ടോൾ ഈസ് ദ ട്രീ മരത്തിന് എന്ത് ഉയരമുണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കണ്ടുപിടുത്തണം അപ്പോൾ ഇതിൽ ടെക്സ്റ്റിലുള്ള പോലെ തന്നെ ഞാൻ വാല്യൂ കൊടുക്കാം കേട്ടോ TLR പിന്നെയോ BYNP ഓക്കെ നമുക്കേ ആദ്യം ഒരു വാല്യൂ ഇവിടെ മാർക്ക് ചെയ്യാനുണ്ട് ഒന്ന് എക്സ് എന്ന് മാർക്ക് ചെയ്യണം ഓക്കെ അതായത് BL നമുക്ക് എക്സ് എന്ന് കൊടുക്കാം BL എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വീതി വിഡ്ത്ത് ഓഫ് കനാൽ ആയിരിക്കും വരും റെഡി അല്ലേ എക്സ് എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ TLB കൺസിഡർ ചെയ്യുക ത്രികോണം ഇതാ നോക്കിയോ ത്രികോണം TLB കൺസിഡർ ചെയ്യുക പരിഗണിക്കുക എന്നിട്ട് 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായ TL-ഉം സമീപവശം എതിർവശം TL സമീപവശം BL അതായത് അഡ്ജസൻറ്റ് സൈഡ് BL-ഉം വെച്ചിട്ട് നമ്മൾ tan 70 പറയും പറ tan 70 സമം പറഞ്ഞോളി TL/BL വീണ്ടും tan 70ൻ്റെ വാല്യൂ എത്ര tan 70ൻ്റെ വാല്യൂ 2.7475 കേട്ടോ 2.7475 ഈക്വൽ ടു TL/BL എത്ര എക്സ് ഈ ഹരിക്കണം എക്സ് ഇങ്ങോട്ട് വരട്ടെ 2.7475 എക്സ് ഈസ് ഈക്വൽ ടു TL കണ്ടോ അപ്പോൾ ഇത് തിരിച്ചു പറഞ്ഞാൽ TL ഈസ് ഈക്വൽ ടു 2.7475 എക്സ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ഓക്കെ അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം ഏതാ അടുത്ത ട്രയാങ്കിൾ TLN ഏതാണ് ട്രയാങ്കിൾ TLN കൺസിഡർ ത്രികോണം TLN പരിഗണിച്ചാൽ ഉണ്ടോ TLN പരിഗണിച്ചാൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ 25 ഡിഗ്രിയുടെ എതിർവശമാണല്ലോ TL സമീപവശമായ LN എന്ന് പറയുന്നത് 10+x അവിടുന്ന് ഇവിടെ എത്തുമ്പോൾ 10+x സോ നമ്മൾ തുടങ്ങുകയാണ് ഏതാ tan 25 സമം നോക്ക് tan 25 സമം എതിർവശം ബൈ സമീപവശം എന്ന് പറഞ്ഞാൽ എന്താ TL/LN മനസ്സിലായോ വീണ്ടും tan 25 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും ടേബിളിൽ നോക്കാം കേട്ടോ tan 25 എന്ന് പറഞ്ഞാൽ 0.4663 കണ്ടോ 0.4663 ഈസ് ഈക്വൽ ടു TL ബൈ വാട്ട് ഈസ് LN എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും 10+x കണ്ടോ ഈ 10+xനെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുക 0.4663 ഇൻറ്റു 10+x ഈസ് ഈക്വൽ ടു TL കണ്ടോ തിരിച്ചു പറഞ്ഞാൽ TL ഈസ് ഈക്വൽ ടു ഗുണിക്കുക എല്ലാവരും ഇതിനെ 10 കൊണ്ട് ഗുണിക്കാത്തോട്ട് ഇതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 4.663 പ്ലസ് ഇനി ഇതിനെ എക്സ് കൊണ്ട് ഗുണിക്ക് 0.4663x ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ എന്നാലേ ഇതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് രണ്ടോടെ ഇക്വേറ്റ് ചെയ്യാം കാരണം ഒന്നാമത്തെ ഇക്വേഷനും TL ആണ് രണ്ടാമത്തെ ഇക്വേഷനും TL ആണ് അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്തതാണ് ഇക്വേഷൻ നമ്പർ 1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 ദാറ്റ് ഈസ് 2.7475x ഈസ് ഈക്വൽ ടു പറ 4.663 പ്ലസ് അടുത്ത എന്താ പറയുക 0.4663x ആ
എക്സ് ഉള്ള ടേം ഇവിടെ വരട്ടെ. 2.7475x മൈനസ് 0.4663x ഈസ് ഈക്വൽ ടു 4.663. കണ്ടോ, ഇത് സബ്ട്രാക്ട് ചെയ്യണം. എത്ര ഉണ്ടാവും? 2.7475 നിന്ന് 0.4663 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? പറ. സബ്ട്രാക്ട് ചെയ്യണ്ടേ? സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.2812 2.2812x is equal to 4.663. Then x is equal to 4.663 divided by 2.2182. കണ്ടോ, 2.2182 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മുകളിലും താഴെയും 10,000 കൊണ്ട് മുകളിലും 10,000 കൊണ്ട് താഴെയും അല്ലേ? 10,000 മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഡെസിമൽ പാർട്ട് ഒഴിവാവും. ഡെസിമൽ പാർട്ട് ഒഴിവായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2.04 എന്ന് കിട്ടും നമുക്ക് ഇതിന് ആൻസർ. ഡിവൈഡ് ചെയ്താൽ 2.04 മീറ്റർ. എന്താണ് ഈ 2.04 എന്ന് പറയുന്നത്? എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിഡ്ത്ത് ഓഫ് കനാൽ. എഴുതി വെക്കാം, വിഡ്ത്ത് ഓഫ് കനാൽ അല്ലേ? തോടിൻ്റെ വീതി സമം പറ 2.04. 2.04. ഇനി നമുക്ക് ഹൈറ്റ് വേണ്ടേ? ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് TL വേണം. TL കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻ ഉണ്ട്. ഇതാ 2.7475x കൊണ്ട് ഇതുണ്ട്. നല്ലത് ഇതാ കണ്ടോ. അപ്പോൾ നമ്മൾ TL ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതും. എന്താ ഒന്നാമത്തെ ഇക്വേഷൻ? 2.7475x ഈസ് ഈക്വൽ ടു അല്ലേ? 2.7475x ഈസ് ഈക്വൽ ടു 2.7475 ഇൻറ്റു 2.04 കണ്ടോ, മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ 2.04 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 5.62 റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ 5.62 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ TL അതിനോട് കൂടെ 1.5 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മരത്തിൻ്റെ ഉയരമായി. സോ റൈറ്റ് ഡൗൺ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദെർഫോർ ഹൈറ്റ് ഓഫ് ട്രീ ഈസ് ഈക്വൽ ടു മരത്തിൻ്റെ ഉയരം സമം, നിങ്ങൾ ഇതാണ് സ്പേസ് ഇല്ല കേട്ടോ, നിങ്ങൾ ഇരിക്കും, മരത്തിൻ്റെ ഉയരം സമം 5.62 പ്ലസ് എഴുതി വെക്കും 5.62 പ്ലസ് 1.5. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.12 എന്ന് കിട്ടും ആൻസർ. എത്ര കിട്ടുക? 7.12. ഓക്കെ, മനസ്സിലായില്ലേ? ശരി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വലിയ കുഴപ്പമില്ല, ഈസിയാണ് അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിക്കണേ, ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ഇതുപോലെ വരാറുണ്ട്. എങ്ങനെ? ഈ ആംഗിൾ ഉള്ളിടത്തേ റേഷ്യോ കൊടുക്കുക. റേഷ്യോ എന്ന് പറഞ്ഞാൽ 30, 60 ഒക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ? ആ റേഷ്യോ അറിയാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു പ്രശ്നമാണ്, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വായിക്കി, പേജ് നമ്പർ 122 എടുത്തോ. പേജ് നമ്പർ 122 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കെല്ലാവരും. വായിച്ചോ? പേജ് നമ്പർ 122 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ 1.5 meter tall boy saw the top of a building under construction at an elevation of 30 degree. മനസ്സിലായോ? 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം 30 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. അപ്പോൾ ദാ പ്ലെയിൻ ഗ്രൗണ്ട്, പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം കഴിഞ്ഞോ? പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ പണി കഴിഞ്ഞോ? ഇല്ല, ആ പണിതുകൊണ്ടിരിക്കുക. അത് അവിടുന്ന് ഇനിയും മേലോട്ട് ഇനിയും പോവും അല്ലേ? ആ കുട്ടി അതിൻ്റെ ടോപ്പ് എത്ര ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്? 30 ഡിഗ്രി. അപ്പോൾ ഈ കുട്ടിയുടെ ഹൈറ്റ് പറയുന്നുണ്ട് അല്ലേ? കുട്ടി 1.5 മീറ്റർ ടോൾ ബോയ്. കുട്ടി എന്ത് ചെയ്യണം? നേരെ നോക്കണം ആദ്യം, അതിനുശേഷം ഇതിൻ്റെ ടോപ്പിലേക്ക് നോക്കണം. കണ്ടോ എത്ര ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്? പറഞ്ഞോ. നേരെ നോക്കി അല്ലേ? ഡോട്ടഡ് ലൈൻ ആയിക്കോട്ടെ കേട്ടോ. ആ എക്സ്ട്രാ വരയ്ക്കുന്ന അങ്ങനത്തെ ലൈനൊക്കെ ഡോട്ടഡ് ലൈനാണ് നല്ലത് കേട്ടോ. 30 ഡിഗ്രിയിലാണ് കാണുന്നത്. സംശയമില്ലല്ലോ? 30 ഡിഗ്രി. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇത് 1.5 ആണ്. ഇവിടെ എത്രയാ? 1.5. സംശയമില്ലല്ലോ? 1.5. ഓക്കെ. ദെൻ ഇനി അടുത്ത എന്താ? The completed building was 10 meter higher and the boy saw the top at an elevation of 60 degree. അല്ലേ? ബിൽഡിങ്ങിൻ്റെ പണി തീർന്നു. എത്ര മീറ്റർ ഹൈറ്റ് എടുത്തപ്പോൾ? 10 മീറ്ററൂടെ ഹൈറ്റ് കൂട്ടിയപ്പോൾ ബിൽഡിങ്ങിൻ്റെ പണി തീർന്നു. ആ പോയിന്റിൽ നിന്ന് കുട്ടി എത്ര ഡിഗ്രി എലിവേഷനിലാണ് പിന്നെ കാണുന്നത്? 60 ഡിഗ്രിയിൽ. കേട്ടോ, പിന്നെ കാണുന്നത് ഇതിൻ്റെ ടോപ്പ് 60 ഡിഗ്രിയിലാണ്.
അപ്പോൾ ഇത് 60. മനസ്സിലായോ? സംശയമില്ലല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ബിൽഡിങ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൽ കുറച്ച് പേര് കൊടുക്കട്ടെ. A, B, C, D, E, F. ഓക്കെ, പറയൂ എന്താണ് BE? നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ചോട് എങ്ങനെ എഴുതി വെക്കും കേട്ടോ. BE ഈസ് ദി ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ. പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഉയരം. ഒന്ന് എഴുതിയില്ലേ? AE അടുത്ത ലൈൻ AE സമം എഴുതി വെക്കുക. AE ഈക്വൽ ടു ഹൈറ്റ് ഓഫ് കംപ്ലീറ്റഡ് ബിൽഡിംഗ്. പണിത് തീർന്ന കെട്ടിടത്തിൻ്റെ ഉയരം. എഴുതിയോ? അടുത്തത് DFCE എഴുതി വെക്കുക. DF സമം CE. അതെന്താ? ഹൈറ്റ് ഓഫ് ബോയ്. എഴുതിയില്ലേ? EF എന്താ? പറയൂ. EF എന്താ? EF എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് ദി ബോയ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് ബോയ്. റെഡി അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. ഇനി ഞാൻ ഇതാ നോക്കിക്കോ, ഇതിൽ എന്താ എനിക്കറിയാം? ഒന്നും അറിയില്ല അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ഒരു മെഷർ നമുക്ക് തൽക്കാലം X എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഒരു മെഷർ X എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, റേഷ്യോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാൻ്റെ വാല്യൂ ഇതിൽ ചിലപ്പോൾ തന്നോളണമെന്നില്ല. തരാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. തരാതിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇവിടെ X എന്ന് കൊടുക്കാം. എവിടെ X എന്ന് കൊടുക്കുന്നത്? ഞാൻ CD ഞാൻ X എന്ന് കൊടുക്കുന്ന കണ്ടോ. CD നമുക്ക് X എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. സോ ആദ്യം ഞാൻ ട്രയാങ്കിൾ BCD കൺസിഡർ ചെയ്യാൻ പോവാം. കൺസിഡർ ദി ട്രയാങ്കിൾ BCD. ത്രികോണം BCD പരിഗണിച്ചാൽ നിങ്ങൾ പറ, BCD പരിഗണിച്ചാൽ ആർക്കെതിരെയുള്ള കോണാണോ നമുക്കറിയാവുന്നത്? BCD മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. BCD മാത്രം. അപ്പോൾ 60 ഡിഗ്രിക്കെതിരെയല്ലേ X. അപ്പോൾ 30 ഡിഗ്രിക്കെതിരെയുള്ള BC എത്ര ഉണ്ടാവും? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഇവിടെ കൊടുത്ത X അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. ഓക്കെ, അതാണ് നല്ലത്. ത്രികോണം BCD പരിഗണിച്ചാൽ അപ്പോൾ BCDയിൽ 30 ഡിഗ്രിക്കെതിരെ X, അങ്ങനെയാണ് 60 ഡിഗ്രിക്കെതിരെ എന്താ വരിക? കൺസിഡർ ദി ട്രയാങ്കിൾ BCD. BC ഈസ് ഈക്വൽ ടു X. DC ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിക്കെതിരെയുള്ളതിനെ √3 കൊണ്ട് ഗുണിച്ചാൽ 60 ഡിഗ്രിക്കെതിരെയുള്ളതായി X √3. കണ്ടോ? ഇത് ഇക്വേഷൻ നമ്പർ 1. അതിൻ്റെ റീസൺ താഴെ എഴുതി വെച്ചോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതി വെക്ക്. കോണുകൾ 30 ഡിഗ്രി എന്നുള്ള എഴുതിയില്ലേ? ഓക്കെ, അടുത്ത നമ്മൾ ട്രയാങ്കിൾ ACD കൺസിഡർ ചെയ്തതാ. കൺസിഡർ ദി ട്രയാങ്കിൾ ACD. കണ്ടോ? ത്രികോണം ACD പരിഗണിച്ചാൽ അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, AC എത്ര ഉണ്ട്? AC എത്ര ഉണ്ട്? പറ. 10+X. കണ്ടോ? AC എന്ന നീളം അവിടുന്ന് താഴെ വരെ 10+X അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ഒന്നുകൂടെ ഞാൻ മാറ്റി ചോദിക്കട്ടെ. 60 ഡിഗ്രിക്കെതിരെ അല്ലേ 10+X ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ ഈ കോൺ 30 ഡിഗ്രി ആയിരിക്കും. ആ 30 ഡിഗ്രിക്കെതിരെയുള്ള CD എന്ന നീളം ശ്രദ്ധിച്ചോളേ. റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. 30 ഡിഗ്രിക്കെതിരെയുള്ള CD എന്ന നീളം എത്ര ഉണ്ടാവും? 30 ഡിഗ്രിക്കെതിരെ CD എന്ന നീളം എത്ര ഉണ്ടാവും? പറ. CD 60 ഡിഗ്രിക്കെതിരെയുള്ള നമുക്ക് കിട്ടി. 30 ഡിഗ്രിയിലേക്ക് വരാൻ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10+X/√3. മുമ്പത്തെ ആ റേഷ്യോ എന്ന് പറഞ്ഞ സെക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കണേ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇവിടെ നമ്മൾ 2 വാല്യൂ നമ്മൾ കണ്ടെത്തി. ഏത് വാല്യൂ? CD എന്ന നീളം 2 തരത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിലും രണ്ടാമത്തെ ഇക്വേഷനിലും CD എന്ന നീളമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും സെയിം ആണ്. രണ്ടും കണ്ടുപിടിച്ച ഒന്ന് തന്നെയാണ്. സോ X √3 സമം പറയും 10+X/√3. ഈ ഹരിക്കണം √3 ഇപ്പോൾ വന്നാൽ എന്തായി? ഗുണിക്കണം √3 വന്നായി. സോ X √3 × √3 സമം 10+X. കണ്ടോ? X √3 × √3 സമം എന്താണ്? 10+X. √3നെ √3 കൊണ്ട് ഗുണിച്ചാൽ 3 ആണ്. 3 √3 × √3 3 3 × X എന്ന് പറഞ്ഞാൽ 3X. 3X സമം 10+X. ആ X ഇപ്പുറം വരട്ടെ. അപ്പം എന്താവും? 3X -X സമം 10. 3Xൽ നിന്ന് X കുറച്ചാൽ എത്രയാ? 2X സമം 10. അപ്പോൾ X എത്ര ഉണ്ടാവും? 10/2 എന്ന് പറഞ്ഞാൽ 5. 10/2 എത്രയാ? 5. ഇനി പറ, അപ്പോൾ X സമം 5 എന്ന് കിട്ടി. X സമം 5 എന്ന് പറഞ്ഞാൽ ഈ നീളമല്ലേ? കിട്ടിയില്ലേ? അപ്പോൾ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്താ? പറയൂ.
ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഈക്വൽ ടു 10 + 5 + 1.5 കൂട്ടിയതാണ് 10 + 5 + 1.5. അതുകൊണ്ട് കെട്ടിടത്തിൻ്റെ ഉയരം സമം പറയൂ എത്രയാ 10 + 5 + 1.5 എത്രയായി 16.5. മനസ്സിലായോ 16.5. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെയാണുള്ളത് കേട്ടോ ഈ സെക്ഷനിൽ. നോക്കാം. വായിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5 വായിച്ച എല്ലാവരും. A 1.75 meter tall man standing at the foot of a tower. വായിക്കണം, നന്നായിട്ട് വായിക്കണം. 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ എവിടെയാണുള്ളത്? ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ശരിയല്ലേ? പിന്നെയോ ഫുട്ട് ഓഫ് എ ടവർ സീസ് ദ ടോപ്പ് ഓഫ് എ ഹിൽ. അയാൾ എന്ത് കാണുന്നുണ്ട്? ഒരു മല കാണുന്നുണ്ട്. എങ്ങനെയാണ്? പറയൂ. 40 മീറ്റർ അവേ അല്ലേ? 40 മീറ്റർ അവേ ഫ്രം അവേ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. അപ്പോൾ 40 മീറ്റർ അകലെയുള്ള ഈ ഒരു ഹില്ലിൻ്റെ ടോപ്പ് കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ്? 40 ഡിഗ്രി എലിവേഷനിൽ. ഇനി ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് ദി ടവർ ഹി സീസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 50 ഡിഗ്രി. അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? 50 ഡിഗ്രി. കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ ആൻഡ് ഹിൽ. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ടവറും ഹില്ലും കണ്ടെത്തണം. നോക്ക്. A 1.75 meter tall man standing at the foot of a tower. അപ്പം നമ്മളെ ഇയാളിതാ പ്ലെയിൻ ഗ്രൗണ്ട് ആദ്യം അങ്ങോട്ട് വരച്ച് വെക്കാം. കണ്ടോ? പ്ലെയിൻ ഗ്രൗണ്ട്. ഇനിയോ എന്താ പറഞ്ഞിരിക്കുന്നത്? 1.75 മീറ്റർ ടോൾ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദി ഫുട്ട് ഓഫ് എ ടവർ. ഒരു ടവറിൻ്റെ ചോട്ടിലാണ് ഇയാളുള്ളത്. അപ്പോൾ വലിയൊരു ടവർ ഇവിടെ ഉണ്ട്. കണ്ടോ? ഒരു ടവർ. ഈ ടവറിൻ്റെ ചുവട്ടിലാണ് ഇപ്പോൾ ഇയാളുള്ളത്. ഇവിടെയാണ് ഇയാളുള്ളത്. അപ്പോൾ അയാളെ ഞാൻ പ്രത്യേകം വരച്ചിട്ടുണ്ട്. കണ്ടോ? അയാൾ വരച്ചു. പിന്നെ ഈ അയാൾ എന്ത് ചെയ്യാണ്? അങ്ങ് അകലെ 40 മീറ്റർ അകലെയല്ലേ പറഞ്ഞ്? ക്വസ്റ്റ്യൻ വായിക്കി അല്ലേ? 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടുന്ന് കുറച്ച് ഇപ്പുറത്തുള്ള ഒരു കുന്നിൻ്റെ മുകളറ്റം ഇവിടെ നിന്നിട്ട് എത്ര ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്? 40 ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്. അപ്പോൾ നേരെ നോക്കി അതിനുശേഷം ഇയാൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ടോപ്പിലേക്ക് നോക്കി ഇയാൾ ഇത് എത്ര ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്? 40 ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്. ശരിയല്ലേ? സംശയമില്ലല്ലോ? ഓക്കെ, 40 ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് അയാൾ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ മുകളിൽ നിന്ന്. അപ്പം അതൊരു കാര്യം, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഈ അകലെ എത്ര? 40 മീറ്റർ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതും എത്രയായിരിക്കും? 40 മീറ്റർ ആയിരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ട്രയാങ്കിൾ, ഇയാളുടെ ഹൈറ്റ് പറയുന്നുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ, വായിച്ചു നോക്ക്. എത്ര ഹൈറ്റ്? 1.75 അല്ലേ? അപ്പോൾ ഇവിടെ 1.75 എന്ന് മാർക്ക് ചെയ്തോണ്ടേ. അതേപോലെ ഇവിടെ എത്രയായിരിക്കും? 1.75 ആയിരിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 40 മീറ്റർ 40 ഡിഗ്രിയുടെ സമീപവശമല്ലേ? ആണ്. എതിർവശമല്ലേ ഇത്? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ഇത്? അപ്പോൾ ടാൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം കിട്ടും അല്ലേ? എളുപ്പമായി. അതിനോട് 1.75 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഹില്ലിൻ്റെ ഉയരം കിട്ടി അല്ലേ? കുന്നിൻ്റെ ഉയരം നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാവുമ്പോഴേക്കും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസി ആയിട്ട് ചെയ്യാം. ഏതായാലും നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞതെന്ന് മാത്രം കേട്ടോ. ഇനി നമ്മൾ ഇയാൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഇതിൻ്റെ മുകളിൽ കയറി അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ. അപ്പോൾ അയാൾ ഇതിൻ്റെ മുകളിൽ കയറി. ഇത് അവിടെയുള്ളത് കണ്ടോ? ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇതിൻ്റെ മുകളിൽ കയറി നിന്ന്. അപ്പോൾ ശരിക്കും ഈ ഹൈറ്റ് എന്ന് പറയുന്നതാണ് ആളിൻ്റെ ഉയരം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നും കണ്ട് ഇയാൾ നേരെ നോക്കി ഇതിൻ്റെ ടോപ്പിലേക്ക് നോക്കിയപ്പോൾ അപ്പോൾ ഇയാൾ കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ്? മുകളറ്റ് 60 ഡിഗ്രിയിലാട്ടോ. അവിടെ മാറിപ്പോയിക്കേ, 60 ഡിഗ്രി. കുഴപ്പമില്ല, നമ്മൾ തുടങ്ങിയില്ലല്ലോ. മുകളിൽ കയറി നോക്കിയപ്പോൾ 50 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. കേട്ടോ, ഇവിടെ ഉള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. സംശയമില്ലല്ലോ, 50 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇനി ഞാൻ ഇതിൽ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വാല്യൂ ലെറ്റേഴ്സ് കൊടുക്കുകയാണ്. ചോദിക്കട്ടെ, ഇതിൽ എന്താണ്? എ അടുക്ക്, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. നിങ്ങൾ പറഞ്ഞോളി. ഈ ചിത്രത്തിൽ എന്താണ് എ ജി? എന്താ? കുന്നിൻ്റെ ഉയരം.
അല്ലേ? ഹൈറ്റ് ഓഫ് ഹിൽ എഴുതി വെച്ചോളാം. AG ഹൈറ്റ് ഓഫ് ഹിൽ, കുന്നിൻ്റെ ഉയരം. എന്താണ് DH? DH എന്താ? ഗോപുരത്തിൻ്റെ ഉയരം അല്ലേ? ഗോപുരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അതിൽ നിങ്ങൾ എന്താ പഠിച്ചത്? ഫുട്ട് ഓഫ് എ ടവർ അല്ലേ? ടവർ DH ടവറാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹൈറ്റ് അല്ലേ ഇവിടെ ഉള്ളത്? നല്ലോണം ശ്രദ്ധിച്ചോ, ഈ ഹൈറ്റ് അല്ലേ ഇവിടെ ഉള്ളത്? അപ്പോൾ ഈ ഹൈറ്റ് അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? CF എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? CFും DHും സെയിമാണ്. എന്തുകൊണ്ടാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. നല്ലോണം ആലോചിച്ചോളേ, DHും CFും സെയിമാണ്. എന്തുകൊണ്ടാണ്? DHൽ നിന്ന് ഇവിടുത്തെ താഴോട്ടുള്ള ഹൈറ്റ് കുറച്ച് മുകളിലേക്ക് കൂട്ടി, അപ്പോൾ CF കിട്ടി. ശരിയല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ചിത്രത്തിൽ എഴുതിക്കോളേ, ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതിക്കോളാം. DH ഈക്വൽ ടു CF ഈക്വൽ ടു ഈ CF തന്നെയല്ലേ BE അല്ലേ? നല്ലോണം നോക്കി, BE ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ടവർ. ടവർ എന്ന് പറയുമ്പോൾ കെട്ടിടത്തിൻ്റെ ഉയരം. ഹൈറ്റ് ഓഫ് ടവർ അതായത് കെട്ടിടത്തിൻ്റെ ഉയരം. റെഡി അല്ലേ? മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ശ്രദ്ധിക്കാം. ആ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് FHും EGയും കൊടുക്കണം. FH എന്താ? FH ഈക്വൽ ടു EG. അതെന്താ? FH EG എന്താ പറയും? FH ഈക്വൽ ടു EG എന്താ? ആളിൻ്റെ ഉയരം അല്ലേ? ആളിൻ്റെ ഉയരം. ഹൈറ്റ് ഓഫ് ബോയ് ആണോ മെൻ ആണോ എന്തെന്നാ കൊടുത്തത് ക്വസ്റ്റ്യനിൽ? ഹൈറ്റ് ഓഫ് മെൻ അല്ലേ? ഹൈറ്റ് ഓഫ് മെൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം അല്ലേ? ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൽ എന്തൊക്കെ അറിയാം? ട്രയാങ്കിൾ AEF കൺസിഡർ ചെയ്യാം. നോക്കിക്കോ, കൺസിഡർ ട്രയാങ്കിൾ AEF പരിഗണിക്കാം. AEF പരിഗണിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ 40 ഡിഗ്രിയാണ് 60 ഡിഗ്രിയുടെ സമീപവശമായിട്ട് വരുന്നത്. സോ എതിർവശം കണ്ടോ, അഡ്ജസൻറ്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡായ AE കാണണം. ഞാൻ ആ ട്രയാങ്കിൾ പറയുമ്പോൾ ആ ട്രയാങ്കിൾ മാത്രമേ നിങ്ങൾ അതിൽ കാണാൻ പാടുള്ളൂ, നോക്കാൻ പാടുള്ളൂ കേട്ടോ. ആ ത്രികോണം മാത്രമേ നിങ്ങൾ അതിൽ പരിഗണിക്കാവുള്ളൂ, അല്ലാതെ പരിഗണിച്ചാൽ പണി കിട്ടും കേട്ടോ, ബുദ്ധിമുട്ടാവും. ത്രികോണം AEF പരിഗണിച്ചാൽ tan 60 സമം പറ എതിർവശം ബൈ സമീപവശം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. പറ tan 60ൻ്റെ വാല്യൂ എത്ര? tan 60 എന്ന് പറയുമ്പോൾ √3 ആണ്, 1.732 അല്ലേ? ശരിയല്ലേ? 1.7321 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാ? AE. അത് നമുക്കറിയില്ല. AE ബൈ 40 കണ്ടോ? 40 ശരിയല്ലേ? EF എന്ന് പറയുമ്പോൾ സമീപവശം, അഡ്ജസൻറ്റ് സൈഡ് 40. അപ്പോൾ അത് ഇങ്ങോട്ട് എടുക്കുക. 1.732 ഇൻറ്റു 40 സമം AE. ദെൻ 40 കൊണ്ട് ഇതിനെ ഗുണിക്കണം. പറ ഗുണിക്ക്. 2 4 8, 4 3 12ന് 2, ബാക്കി 1, 4 28 1 29ന് 9, ബാക്കി 2, 1 4 4 2 6, ഒരു 0 ഇവിടെ ഇടാം. AE ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ 0 ഇട്ട് എന്തിനാന്ന് മനസ്സിലായില്ലേ? 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പോയിന്റിന് ശേഷം 3 സംഖ്യ ഉണ്ട്. 1.732 വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 3 സംഖ്യ പോയിന്റിന് ശേഷം വേണം. അപ്പോൾ AE എന്ന ഉയരം നമുക്ക് കിട്ടിയിരിക്കുന്നത് 69.28 മീറ്റർ. നോക്കി പറ, AE എന്ന് പറയുന്നത് 69.28 ഹില്ലിൻ്റെ ഹൈറ്റ് ആയോ? ഇല്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആ ആളിൻ്റെ ഹൈറ്റൂടെ നമുക്ക് കണ്ടെത്തണം അല്ലേ? ആളിൻ്റെ ഹൈറ്റൂടെ നമുക്ക് കണ്ടെത്തണം. ശരി, അപ്പോൾ ആളിൻ്റെ ഹൈറ്റൂടെ നമുക്ക് കണ്ടെത്തണം, കൂട്ടണം അല്ലേ ഇതിലേക്ക്. അപ്പോൾ പറ AG ഈസ് ഈക്വൽ ടു പറ 69. അതാണല്ലോ ഹൈറ്റ് ഓഫ് ഹില്ല് അല്ലേ? ഹൈറ്റ് ഓഫ് ഹില്ല് അല്ലേ? കെട്ടിടത്തിൻ്റെ ഉയരം സമം 69.28 പ്ലസ് 1.75 അല്ലേ? പറ അത് കൂട്ടിക്കുക. 69.28 1.75 കൊണ്ടൊന്ന് കൂട്ടി നോക്കി. പോയിന്റ് ഇടുക. 1.75 71.03 മീറ്റർ കണ്ടോ? 71. ശ്രദ്ധിക്കണേ, 71.03 മീറ്റർ. അതാണ് നമുക്ക് എന്ത് കിട്ടുക? ഹൈറ്റ് ഓഫ്
ഹില്ല് കണ്ടോ, കെട്ടിടത്തിൻ്റെ ഉയരം ഇവിടെ എഴുതി വെക്കാം. കെട്ടിടത്തിൻ്റെ ഉയരം ഹൈറ്റ് ഓഫ് ഹില്ല് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. കെട്ടിടത്തിൻ്റെ ഉയരം സമം 71.03 മീറ്റർ. ഓക്കെ, സെക്കൻഡ് കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, നമ്മളിനി ഒരു കാര്യം കൂടെ ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാണ്. എന്താ നമുക്ക് ഇനി വേണ്ടത്, ഇതിൽ ആ ഒരു ഗോപുരത്തിൻ്റെ ഉയരം വേണ്ടേ? ഗോപുരത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ BE ആണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ DH എന്നത് ആണ് CF, ആ CF ആണ് BE. അപ്പോൾ ഈ BE എന്ന് പറയുന്ന ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? AB നീളം കണ്ടുപിടിച്ച് നമ്മൾ കണ്ടുവച്ച AE എന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു സ്റ്റെപ്പാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് അളവുകളുണ്ട്. AE എന്ന് പറയുന്ന നീളം നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. ഞാൻ എന്താ പരിഗണിക്കാൻ പോകുന്നത്? ത്രികോണം AEF കേട്ടോ, ശ്രദ്ധിച്ചോളെ. ട്രയാങ്കിൾ AEF കൺസിഡർ ചെയ്യാം. അപ്പോൾ AEF പരിഗണിച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഇത് കുറച്ച് കാര്യങ്ങളെ ഇനി പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് AEF അല്ലെ ഒരു കാര്യം ചെയ്യാം സ്റ്റുഡൻസ്. നമ്മൾ ഇപ്പോൾ കുറേ ടൈം നമ്മൾ എടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്കൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക, എന്നിട്ട് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.